കരച്ചിൽ ഒതുക്കി വെക്കാൻ സാധിക്കാത്തവരുണ്ട്. സന്തോഷം കൊണ്ടും നിറവ് കൊണ്ടും ഇടയ്ക്കൊക്കെ മമത കൊണ്ടും കരഞ്ഞു പോകുന്നയാളാണ് നടി ഐശ്വര്യലക്ഷ്മി. മാമൻ എന്ന തമിഴ് സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് കണ്ണ് നിറഞ്ഞതിനെ കുറിച്ചും സിനിമയിലേക്കുള്ള വഴിയെക്കുറിച്ചും സംസാരിക്കുകയാണ് ഐശ്വര്യലക്ഷ്മി. താൻ സിനിമയിലേക്ക് വന്ന വഴിയെക്കുറിച്ചും മനസ്സ് തുറക്കുകയാണ് ഐശ്വര്യലക്ഷ്മി. ഞാൻ സിനിമയെ സ്വപ്നം കാണുന്നതിനും എത്രയോ മുൻപ് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് വിളി വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ലായിരുന്നു. MBBSന്റെ റിസൾട്ട് വന്ന് പാസ്സായി കഴിഞ്ഞ സമയത്ത് ഒരു കഫേയിൽ പോയപ്പോൾ അവിടെ ഒരു കാസ്റ്റിംഗ് കോൾ പോസ്റ്റർ കണ്ടിരുന്നു. അങ്ങനെ ഒരു രസത്തിന് ഫോട്ടോ അയച്ചു മീറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള ചെയ്യുന്നത്. പക്ഷേ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാനത് നന്നായി ചെയ്തിട്ടേയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. അതിന് നന്നായി ചെയ്യണമെന്ന വാശി എനിക്ക് വന്നത് അങ്ങനെയാണ്. തുടർന്നും സിനിമകൾ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ സിനിമകൾ കിട്ടാൻ കൂടുതൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. ചിലർക്ക് വരുമ്പോൾ തന്നെ സാഹചര്യം എളുപ്പമായിരിക്കും, എന്നാൽ പിന്നീടുള്ള നിലനിൽപ്പ് ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷെ അതിനുശേഷം നന്നായി കഷ്ടപ്പെട്ടു, നല്ല സിനിമകൾ കിട്ടി. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റുന്നത്. നമുക്ക് സിനിമയെക്കുറിച്ച് ആരും പറഞ്ഞു തരാനില്ല. ആക്ടിംഗ് വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അഭിനയം പഠിക്കുക എന്നത് വലിയ പാടാണ്. ഒരു ഡോക്ടറാകാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം എന്നതുപോലെ ഒരു ആക്ടർ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ എപ്പോൾ മടി കാണിക്കുന്നു അപ്പോൾ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഞാൻ ഓരോന്നിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു അഭിനേതാവിന്റെ ജീവിതം ഒട്ടും എളുപ്പമല്ല. ഈ ജോലിയിൽ നിന്ന് ചിലപ്പോൾ ഒരുപാട് കാശും പ്രശസ്തിയും ഒക്കെ കിട്ടുമായിരിക്കും. വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് എനിക്ക് പ്രശസ്തി ആവശ്യമുള്ളതാണെന്ന് മനസ്സിലായത് അടുത്തിടെയാണ്. സിനിമയിൽ അടുത്ത അവസരം കിട്ടാൻ ഈ സാധനം ആവശ്യമാണ്. സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് അത്യാവശ്യമാണ്. തുടർന്ന് ഇമോഷണൽ ഫ്രീഡത്തെക്കുറിച്ചാണ് ഐശ്വര്യ പറഞ്ഞു തുടങ്ങിയത്. ഞാൻ കരച്ചിലിന്റെ ഉസ്താദാണ്. ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഇമോഷണലുകൾ എല്ലാവരും കാണും എന്നൊരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴാ കരയുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ 3 സ്ഥലങ്ങളിൽ പബ്ലിക്കായി കരഞ്ഞിട്ടുണ്ട്. ഒന്ന് ഗാർഗിയുടെ പ്രസ് മീറ്റിങ്ങിനിടെ. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ സുഹൃത്ത് ആ പടം സംവിധാനം ചെയ്തത്. അതിന്റെ ചരിത്രം എനിക്കറിയാം. രണ്ടാമത്തെ പൊന്നിയിൻ സെൽവൻ 2വിന്റെ പ്രൊമോഷൻ തീരുന്ന സമയത്തായിരുന്നു. മണിരത്നം സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഇനി വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റിയില്ല. മൂന്നാമതായി മാമൻ സിനിമയുടെ പ്രൊമോഷൻ സമയത്താണ് കരഞ്ഞത്. സൂര്യ സാർ ഇമോഷണൽ ആകുന്നത് കണ്ടപ്പോൾ ഞാനും കരഞ്ഞു. നമ്മൾ എന്തിനാണ് നമ്മുടെ ഇമോഷൻ പിടിച്ചു വെക്കുന്നത്? നമ്മൾ നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കണം. അത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല, ഐശ്വര്യലക്ഷ്മി പറഞ്ഞു നിർത്തി.